മനസ്സിലായോ? നീ ആരാടാ? തോമസ് ആണോ? അല്ല അപ്പച്ച, ഞാൻ അപ്പച്ചന്റെ കൊച്ചുമോൻ ജോയലാണ്. നീ നാട് വിട്ടുപോയി എന്നാണല്ലോ നിന്റെ അപ്പൻ പറഞ്ഞത്. അതേ അപ്പച്ച, ഞാൻ ഒരുപാട് അലഞ്ഞു. വീട്ടിൽ നിന്ന് എന്നെ അപ്പൻ ഇറക്കി വിട്ടപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഞാൻ ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ചു. ഐ ആം ഫെഡ് അപ്പ് ഓഫ് ദിസ് ലൈഫ്. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ പഴയ ജീവിത രീതി ഞാൻ അപ്പച്ചനെ ഒന്ന് കാണിച്ചു തരാം. പച്ചപ്പ് തേടി ഞാൻ കൂടുവിട്ടു, അക്കരെ പച്ചയ്ക്ക് പുറകെ പോയി. പച്ചയും കണ്ടില്ല, വെള്ളവും കണ്ടില്ല, വഴിയിൽ പലവട്ടം കുഴഞ്ഞു വീണു. പച്ചപ്പ് തേടി ഞാൻ കൂടുവിട്ടു, അക്കരെ പച്ചയ്ക്ക് പുറകെ പോയി. പച്ചയും കണ്ടില്ല, വെള്ളവും കണ്ടില്ല, വഴിയിൽ പലവട്ടം കുഴഞ്ഞു വീണു. You are the one behind your destiny. You are the one behind your fate. You are the one behind your destiny. You are the one behind your fate. കിടപ്പിൽ പലതും ചിന്തിച്ചു, ജീവിതത്തിൽ വന്ന പലതും ഓർത്തുപോയി. നല്ല സമയത്ത് നല്ലത് തോന്നിയില്ല, തോന്നിയത് മുഴുവൻ തോന്നിയാസം. കിടപ്പിൽ പലതും ചിന്തിച്ചു, ജീവിതത്തിൽ വന്ന പലതും ഓർത്തുപോയി. നല്ല സമയത്ത് നല്ലത് തോന്നിയില്ല, തോന്നിയത് മുഴുവൻ തോന്നിയാസം. You are the one behind your destiny. You are the one behind your fate. You are the one behind your destiny. You are the one behind your fate. അപ്പച്ച, ഞാൻ എൻ്റെ പഴയ ജീവിത രീതി എല്ലാം നിർത്തിയിട്ടാണ് വന്നത്. ഇനി എനിക്ക് ഇവിടെ ഒരു വീട് വെക്കണമെന്നാണ് ആഗ്രഹം. അതിൻ്റെ ബ്ലൂ പ്രിന്റ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പച്ച, ഈ വീട് വെച്ചിട്ട് എത്ര വർഷമായി? മക്കളെ, നിന്റെ അമ്മാമ്മയും ഞാനും കൂടി വെച്ച വീടാണ്. ഇപ്പോഴും ഒരു കുഴപ്പവുമില്ലാതെ ഇവിടെ നിൽക്കുന്നത് കണ്ടോ? എല്ലാം തമ്പുരാന്റെ ഒരു കൃപയാണ്. മക്കളെ, നിന്റെ വീട് വെക്കുന്നത് ആരാണ്? അപ്പച്ച, എൻ്റെ വീട് വെക്കുന്നത് ബുർജ് ഖലീഫ വെച്ച ആളാണ്. അവരാകുമ്പോൾ നമുക്ക് പേടിക്കാനായിട്ട് ഒന്നുമില്ല. അവരെ കൊണ്ടൊക്കെ നടക്കുമോ? ഇപ്പോഴത്തെ വലിയ എക്സ്പേർട്ടാണ് അവര്. അപ്പച്ചനും ബുർജ് ഖലീഫ വെച്ച ആളിനെ അറിയത്തില്ലേ? മക്കളെ, എൻ്റെ ലോകം ഇതാണ്. നിന്റെ അമ്മാമ്മയുള്ള സമയത്ത് നിന്റെ അപ്പൻ ഞങ്ങളെ ബഹ്റിൻ സെന്റ് പോൾസ് വരെ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ വരെ പോയിട്ടുള്ളൂ. ഈ പറഞ്ഞ സാധനമൊന്നും പണിത ആളിനെ എനിക്കറിയില്ല. ആട്ടെ, നിന്റെ വീട് വെക്കുന്ന സ്ഥലം എവിടെയാ? അപ്പച്ച, ഞാൻ വിളിച്ച എഞ്ചിനീയർ വന്നിട്ടുണ്ട്. അവിടെ നമ്മുടെ തെക്കേ അറ്റത്ത് നിൽക്കുന്ന പ്ലാവിൻ്റെ സ്ഥാനത്താണ് വീട് വയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു ബൗണ്ടറി പണിഞ്ഞ് ഫൗണ്ടേഷൻ ഇട്ട് പില്ലർ ഇട്ട് വീട് പണിയാനാണ് പ്ലാൻ ചെയ്യുന്നത്. അവിടെ നിൽക്കുന്ന ആ പ്ലാവ് മുറിച്ച് വിൻഡോസ്, ഡോർസ്, ഫർണിച്ചർ എല്ലാം പണിയാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കും പ്ലംബിംഗ് വർക്കും ചെയ്യുന്നത് ബുർജ് ഖലീഫ പണിഞ്ഞ ആൾക്കാരാണ്. മക്കളെ, നീ പറയുന്ന എല്ലാത്തിൻ്റെയും അടിസ്ഥാനം യേശുവാണ്. എന്നാൽ മാത്രമേ നീ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ. പണ്ട് ഞാൻ ഈ വീട് പണിഞ്ഞപ്പോൾ പള്ളിയിൽ അച്ഛനെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. അച്ഛൻ വന്ന് കല്ലിട്ട് തുടങ്ങിയ വീടാണ്. അന്ന് സഹായത്തിന് ആരും ഉണ്ടായിരുന്നില്ല. നീ ഈ പറഞ്ഞ വീടും മതിലും പണിഞ്ഞവർ ഒന്നുമില്ലാതെയാണ് ഞാൻ ഈ വീട് പണിഞ്ഞത്. മക്കളെ, ഈ വീട് ഇരിക്കുന്നതിന് മുൻപ് ഇവിടെ ഒരു കൊച്ചു വീടുണ്ടായിരുന്നു. നിന്റെ അമ്മാമ്മയുടെ വലിയ സ്വപ്നമായിരുന്നു സ്വന്തമായ
ഒരു വീട്. അന്ന് തമ്പുരാൻ കാണിച്ചു തന്ന ഒരു പ്ലാനും അടിസ്ഥാനവും ദൈവസംരക്ഷണത്താലുള്ള അതിരുകളും. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഈ വീടിന് അതിരുകളില്ല. ദൈവമാണ് ഞങ്ങളുടെ മതിൽ. അവനാണ് ഞങ്ങളെ കാത്തതും പരിപാലിച്ചതും. ഈ വീടിൻ്റെ തൂണുകൾ പോലും അവനാണ് പിടിച്ചു നിർത്തുന്നത്. എല്ലാ പ്രതികൂല സാഹചര്യത്തിലും ഈ വീടിന് ഒരു അനർത്ഥവും ഭവിച്ചിട്ടില്ല. പണ്ട് ഈ വീടിന് ജനൽപ്പാളികളില്ലായിരുന്നു. അപ്പോഴും ഈ വീട് പരിപാലിച്ചത് യേശുപ്പച്ചനാണ്. പണ്ട് ഈ കഥകൾക്കൊന്നും അത്ര ബലമില്ലായിരുന്നു. അന്നൊരു കള്ളൻ പോലും ഈ വീട് തുറക്കാൻ വന്നിട്ടില്ല. പണ്ട് ഞങ്ങളുടെ സമയത്ത് കറണ്ടില്ലായിരുന്നു. അന്ന് ആ സമയത്ത് വെളിച്ചം നൽകിയത് ദൈവമായിരുന്നു. മക്കളെ, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ദൈവമായിരിക്കണം. യേശുപ്പച്ചൻ്റെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ മാത്രമേ നിനക്കൊരു വീട് പണിയാൻ സാധിക്കൂ. അപ്പച്ച, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നീ ദൈവത്തോടൊരു പ്ലാൻ ചോദിക്കുക. അവനെല്ലാം നിന്റെ മുൻപിൽ കാണിച്ചു തരും. നിന്റെ മനസ്സിന് യോജിച്ച ഒരു വീട് ആ ദൈവം നിനക്ക് കാണിച്ചു തരും. നീ പണിയുന്ന വീടിന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും ശില്പിയും ദൈവമായിരിക്കും. നമ്മൾ ഏത് കാര്യവും ചെയ്യുന്നതിന് മുൻപ് ദൈവത്തോട് ആലോചന ചോദിക്കണം. ദൈവം നിനക്ക് ശരിയായ മാർഗം കാണിച്ചു തരും. ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി അപ്പച്ച. നമ്മുടെ ലൈഫ് ആർക്കിടെക്റ്റ് ദൈവമാണെന്ന് എനിക്ക് ഉറപ്പായി. എന്നാ മോനെ, ഞാൻ അനീഷച്ചനെയും വചനച്ചനെയും വിളിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് പിടിപണി തുടങ്ങാം. അച്ഛൻ വന്നല്ലോ, നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. शिल्पी मेरा शिल्पकार, प्रभु तेरी खोए
കേൾക്കാം